കേട്ടോ. അപ്പൊ നമ്മള് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് അല്ലേ, ബ്രിങ്ങിങ് എ യൂണിറ്റ് മാസ് അല്ലാത്ത ഏതൊരു മാസിനെയും ഇൻഫിനിറ്റിയിൽ നിന്നും എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ മാസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ എക്സ്പ്രഷൻ മുതൽ തുടങ്ങാമേ, ആ ഡെറിവേഷൻ എക്സ്പ്രഷൻ മുതൽ തുടങ്ങാം. നോക്കിക്കോളൂ, അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ മുതൽ തുടങ്ങാം. എക്സ്പ്രഷൻ ഓഫ്ലൈൻ വന്ന് ഇത് എഴുതിയതാന്ന് തോന്നുന്നു, അവർ എഴുതേണ്ട, നോക്കിയിട്ട് എഴുതിയാൽ മതി. യു ജി ഈസികൾ എന്താ, വി ജി ഇൻറ്റു എം ആണ്. ആണല്ലോ, ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യം എന്താ, നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ വി ജിയുടെ വാല്യൂ നമ്മൾ പഠിച്ചാൽ എന്താ, യു ജി ഈസികൾ ടു മൈനസ് ജി എം ഡിവൈഡ് ബൈ എന്താ, സ്മോൾ ആർ അല്ലേ. ആർ പ്ലസ് എച്ച് എങ്കിൽ ആർ പ്ലസ് എച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ആർ പ്ലസ് എച്ച് ഇൻറ്റു എന്താ, എം എന്ന് എഴുതാം. ഓക്കെ, ഈ യു ജി എന്ന് പറയുമ്പോൾ എവിടെയുള്ള യു ജിയാ, ഹൈറ്റ് എച്ചിലുള്ള യു ജിയാ അല്ലേ. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ എന്താണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി അറ്റ് എന്താ, അറ്റ് ഹൈറ്റ് എച്ച് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്, ആണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ യു ജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ജി എം ഡിവൈഡ് ബൈ ആർ പ്ലസ് 0 ഇൻറ്റു എം എന്ന് എഴുതാം. അതെന്താണെന്നറിയോ, അതെന്താ, ഹൈറ്റ് 0 ആവുന്നത് എപ്പോഴാ, അതായത് ആ പോയിന്റ് നിങ്ങൾ സർഫസ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റ് മുതൽ എർത്ത് വരെയുള്ള ഹൈറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് സർഫസ് ഓഫ് ദ എർത്ത് അല്ലേ. അങ്ങനെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് സർഫസിന്റെ ആണ്, ഇതെന്താ, ഇത് ഹൈറ്റ് എച്ചിന്റെ ആണ് ഇല്ലയോ, ശരിയല്ലേ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ചേഞ്ച് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു യു ജി അറ്റ് ഹൈറ്റ് എച്ച് മൈനസ് യു ജി അറ്റ് എന്താ, അറ്റ് സർഫസ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് യു ജി അറ്റ് ഹൈറ്റ് എച്ച് എത്രയാ, നെഗറ്റീവ് ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ അതായത് ആർ പ്ലസ് എച്ച്. ഇത് എനിക്കൊന്ന് ഓഫ്ലൈൻകാരെ ഞാൻ പഠിപ്പിച്ച സമയത്ത് ഞാൻ സ്മോൾ ആർ ഇട്ടിട്ട് പിന്നീടാണ് ആർ പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഇനി അതോടെ കിടക്കട്ടെ. നെഗറ്റീവ് മൈനസ് അടുത്ത എന്താ, മൈനസ് ഓഫ് ഇവിടെ ജി എം എം, മൈനസ് ഓഫ് ജി എം എം ഡിവൈഡ് ബൈ എന്താ, ക്യാപിറ്റൽ ആണല്ലോ. ഇവിടെ ഒന്ന് നമുക്ക് ഈസിക്കൽ ടു നെഗറ്റീവ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് മൈനസ് അല്ല, ഈ മൈനസ് ചേർന്ന് പ്ലസ് ആവുന്നു. അവിടെ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ആദ്യം എഴുതുന്നു, ഇതിനെ രണ്ടാമത് എഴുതാൻ പോവാണ്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നോക്കിക്കോളൂ, ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിവിടെ ജി ക്യാപിറ്റൽ എം സ്മോൾ എം കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1/r മൈനസ് 1/r പ്ലസ് വരും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് എൽസിഎം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഇൻറ്റു ആർ പ്ലസ് എച്ച് മൈനസ് ആർ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച് എന്ന് വരും. ഈ പോസിറ്റീവ് ആറും നെഗറ്റീവ് ആറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്നത് വരുന്നു, ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഇൻറ്റു h ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ആർ എച്ച് എന്ന് വരും. ഓക്കെ ആണോ? എനിക്ക് ഇവിടുന്ന് ആർ സ്ക്വയർ കോമൺ എടുക്കാൻ പറ്റുമോ? ഈ താഴെ ആർ സ്ക്വയർ കോമൺ എടുക്കാൻ ഞാൻ വേറെ ട്രിക്കാന്ന് പറഞ്ഞായിരുന്നു. എന്താ, ഇവിടെ ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ആർ ചെയ്താൽ മതി. നോക്കിയോ, അങ്ങനെ ചെയ്യാൻ പോവാണ് ഞാനിവിടെ. ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഇൻറ്റു h ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു h ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ആർ ചെയ്യാൻ പോകും താഴെ. അപ്പൊ ഇപ്പോൾ അവിടെ ആർ സ്ക്വയർ ആയില്ലേ താഴെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഇൻറ്റു h ഡിവൈഡ് ബൈ ആർ സ്ക്വയർ കോമൺ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് എഴുതുകയോ 1 പ്ലസ് h ബൈ ആർ.
ആറിനെ വെച്ച് നോക്കുമ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ആറിനെ വെച്ച് നോക്കുമ്പോൾ എച്ച് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള എച്ച് ബൈ ആർ ഉണ്ടായിരിക്കും വളരെ 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 കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ എച്ച് ബൈ ആറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ചെയ്താൽ. അതായത് എച്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറയുന്നത്, നമ്മുടെ എർത്തിന്റെ റേഡിയസ് ഇത്. ഈ എർത്തിന്റെ റേഡിയസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഹൈറ്റ് വളരെ ചെറുതാണ്. എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ ആണെങ്കിൽ അത് ചിലപ്പം 5 കിലോമീറ്റർ ആയിരിക്കും. 5 കിലോമീറ്റർ 6400 കിലോമീറ്റർ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായതുകൊണ്ട് തന്നെ അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതോ ഒരു ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വളരെ 0.000 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ആ ചെറിയ വാല്യൂ അതുകൊണ്ട് എച്ച് ബൈ ആറിന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നെഗ്ലക്ട് ചെയ്ത് കളയാണ്. അപ്പം അതിന്റെ കണ്ടീഷൻ എഴുതുക. എന്താ കണ്ടീഷൻ? ഇത് കണ്ടീഷൻ എഴുതുക. അതായത് എച്ച് ഈസ് വെരി 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 ലെസ് ദാൻ ആർ. therefore h by r will be very small quantity. And hence neglected. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം. GMM ഡിവൈഡഡ് ബൈ GMM ഇൻറ്റു മോളിൽ ഒരു എച്ച് ഉണ്ട് അല്ലേ? എച്ച് താഴെ എന്ത് മാത്രമാവും? ഈ ഭാഗം പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ? r² ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാ? r² തന്നെയാ അല്ലേ? താഴെ എന്തെന്ന് വരും? r² വരും. ആണല്ലോ. ഈ GM/r² നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? എന്താ GM/r²? GM/R². ക്യാപിറ്റൽ G അല്ലേ? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് അല്ല, അത് ഇവിടെ കിടക്കില്ലയോ? എടാ നിങ്ങൾ ഗ്രാവിറ്റിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ GM/r² എന്നല്ലേ എഴുതുന്നത്. അപ്പൊ നിനക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതിന് പകരം G കൊടുക്കാം ഇൻറ്റു M ഇൻറ്റു H എന്ന് കൊടുക്കാം അല്ലേ? ഇത് ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അറിയാം. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ GP ഈസ് ഈക്വൽ ടു ഇതിനെ അറേഞ്ച് ചെയ്തിട്ട് MGH എന്ന് കൊടുക്കാമല്ലോ. നിങ്ങൾ പഠിച്ച പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്താ? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്താ? MGH എന്നല്ലേ നമ്മൾ എവിടെ പഠിച്ചേ? വർക്ക് എനർജി പവറിനകത്ത് പഠിച്ചത്. അപ്പൊ അത് ഫൈനൽ ആൻസർ കിട്ടിയില്ലേ? ചെറുതാക്കാം, എഴുതിക്കണം. ഒരു 2 ഡെറിവേഷൻ കൂടെ ഉള്ളൂ. 2 ഡെറിവേഷൻ ഉണ്ട്. അതെ 20 എനിക്കറിയില്ല, നോക്കാം. പിന്നെ കെപ്ലർ ലോയുടെ പഠിപ്പിക്കാം. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം അറിയണം. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ 0 ആണ്. മാക്സിമം വാല്യൂ 0. എടാ ഇവിടെ നോക്കിയേ, നമ്മള് പറഞ്ഞിരിക്കുന്നത് എർത്തിന്റെ അടുത്ത സർഫസ്, ഇത് റേഡിയസ്, ഇവിടെ എച്ച്. എർത്തിന്റെ ഈ ഭാഗത്തൊക്കെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താ? നെഗറ്റീവ് അല്ലേ? ഈ നെഗറ്റീവ് ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത് 0യോട് അടുക്കുക എന്നല്ലേ? അല്ലേ? അപ്പൊ അതിന്റെ ഏറ്റവും ഇൻഫിനിറ്റിയിലുള്ള വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ മാക്സിമം. ഇവിടെ അടുത്തുള്ള വാല്യൂ എല്ലാം എന്താ? നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവിനേക്കാൾ എന്തായാലും വലിയ വാല്യൂ ആണ് എന്ത്? 0. 0 ആണ് മാക്സിമം വാല്യൂ. അത് ഇൻഫിനിറ്റിയിൽ 0 ആയിരിക്കും. അതുപോലെ അടുത്തുള്ള പോയിന്റിലെല്ലാം ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എഴുതേണ്ടതെന്ന്. അതുകൂടെ എഴുതിക്കോ. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി GP എന്നങ്ങ് എഴുതുകയാണ്. GP ഈസ് മാക്സിമം and is 0 at infinity at all other point it is less than 0. It is less than 0. It is a scalar quantity. അത്രയും കൂടെ എഴുതി കഴിഞ്ഞാൽ ആ ഭാഗം തീർന്നു.
എഴുതേണ്ടവര് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. എവിടെ ഏത് ഭാഗത്ത് എഴുതാനുള്ളതെന്ന് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം. ഓ വേണ്ട, അടുത്ത ഹെഡിങ് എഴുതിക്കോ ഓർബിറ്റൽ വെലോസിറ്റി. അടുത്ത ഹെഡിങ് ഓർബിറ്റൽ വെലോസിറ്റി എഴുതിക്കോ. ഹെഡിങ് എഴുതിക്കോ ഓർബിറ്റൽ വെലോസിറ്റി. എന്താ ഈ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം നമ്മുടെ സാറ്റലൈറ്റുകളൊക്കെ കറങ്ങുന്നത് എന്തിലാ? സാറ്റലൈറ്റ് നമ്മളിപ്പം ഏഷ്യാനെറ്റ്, അതേപോലെ തന്നെ എന്താണ് സൂര്യ TV, ഇതിനൊക്കെ സാറ്റലൈറ്റ് ഉള്ളതുകൊണ്ട് മുകളിൽ കറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട്. ഇപ്പൊ അമേരിക്കയിൽ ഒരു പരിപാടി നടന്നാൽ അത് സൂര്യ TV കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം കറങ്ങുന്നത് ഒരു ഓർബിറ്റിലാണ്. ഓക്കെ, അപ്പൊ സാറ്റലൈറ്റ് ഒരു ഓർബിറ്റിൽ കറങ്ങുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിൽ കറങ്ങുന്ന വെലോസിറ്റിയാണ് ശരിക്കും പറയുന്നത് എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അത് ആദ്യം എഴുതിയിട്ട് അതിന്റെ ഡെഫിനിഷൻ ആദ്യം എഴുതാം. ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി അതിന് നമ്മൾ VO എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓർബിറ്റൽ വെലോസിറ്റി VO എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എഴുതാം the velocity with which the velocity with which a satellite moves in its closed orbit is called orbital velocity. Orbital velocity. നമുക്ക് ഒരു നമ്മുടെ എർത്ത് പ്ലാനറ്റിന്റെ ഒരു സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെറിവേഷൻ ചെയ്യാം അല്ലേ? അപ്പൊ എഴുതേണ്ടത് കൺസിഡർ എ പ്ലാനറ്റ് എർത്തായിട്ട് കൺസിഡർ ചെയ്യാം ഓഫ് മാസ് ക്യാപിറ്റൽ M having radius capital R. Let small m be the mass of satellite moving around the planet in a closed orbit of radius R from the center of planet such that R is equal to capital R plus H. ശരിയല്ലേ? നമ്മൾ സ്മോൾ ആറിനെ ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്നല്ല എഴുതിയിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു എർത്ത് കൺസിഡർ ചെയ്യുന്നു. എർത്തിന് ഒരു റേഡിയസ് ഉണ്ട് R. ഈ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു H ഹൈറ്റ് മുകളിൽ ഇങ്ങനെ ഒരു ഓർബിറ്റ് പോകുന്നുണ്ട്. ഈ ഓർബിറ്റിലാണ് നമ്മുടെ ആര് കറങ്ങാൻ പോകുന്നത്? നമ്മുടെ സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓർബിറ്റിൽ സാറ്റലൈറ്റ് കറങ്ങുന്നതിന്റെ വെലോസിറ്റി എത്ര ആയിരിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ക്യാപിറ്റൽ R പ്ലസ് H എന്ന് പറഞ്ഞ ഹൈറ്റിനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്
സ്മോൾ ആർ ആയിട്ട് സെറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഒരു കാര്യം നോക്കാം. ഈ സാറ്റലൈറ്റ് ഇവിടെ ഇങ്ങനെ ഈ ഒരു പാത്തിൽ കറങ്ങാൻ കാരണം എന്തായിരിക്കും? അങ്ങനെ ഒരു പാത്ത് ഉണ്ടോ? അവിടെ എന്താ മറ്റേ NH പോയിട്ട് NH റോഡ് വെട്ടി വെച്ചിരിക്കുകയാണ് അവിടെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി. ചെറുതായിട്ടല്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ് ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എർത്ത് അതിനെ എർത്തിന്റെ ഇങ്ങോട്ടേക്ക് വലിച്ചു പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതും എന്ത് ചെയ്യുന്നുണ്ടോ? എവരി ബോഡി ഇൻ ദിസ് യൂണിവേഴ്സ് എവരി അതർ ബോഡി വിത്ത് എന്താ ഫോഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർബിറ്റൽ വെലോസിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓർബിറ്റ് എർത്തിന് ചുറ്റിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങുന്നതിന് ഒരു കാരണം എന്താണെന്നറിയോ? എർത്ത് ഓർബിറ്റിന് ചുറ്റിനും കറങ്ങാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എർത്ത് അതിന് മുകളിൽ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അത് അതിന്റെ ഒരു ഫിക്സഡ് പാത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനിയും അത് മാത്രമല്ല, ഈ ഫിക്സഡ് പാത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് വട്ടത്തിൽ കറങ്ങിയാലും അവിടെ എന്ത് ഫോഴ്സുകൾ ഉണ്ടാവും അറിയാമോ? സെൻട്രിപെറ്റൽ ഫോഴ്സുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നത്? സെന്ററിലേക്ക് ഏത് ഡയറക്ഷൻ നോക്കിയാലും സെന്ററിലേക്ക് ആയിരിക്കും അതിലായിരിക്കുന്ന ഫോഴ്സ് ആയിരിക്കുന്നത്. അതുണ്ടാക്കുന്നത് ഗ്രാവിറ്റി. ഓക്കെ ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈ കേസിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നർത്ഥം. അതാണ് അവിടെ നിന്നാണ് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? പടമൊന്നും വരയ്ക്കേണ്ട, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത്ര എഴുതിയിട്ട് നമുക്ക് ഇപ്പൊ കയറിയവർക്ക് വേണ്ടി പറയാണ്, നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്ലാനറ്റ് അതിന് ചുറ്റിനും കറങ്ങുന്ന ഓർബിറ്റ്, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിന് ചുറ്റിനും കറങ്ങുന്ന ഓർബിറ്റിന്റെ വെലോസിറ്റിയെ പറ്റി പറയുന്ന ഒരു ഡെറിവേഷൻ ആണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ പ്ലാനറ്റിന് ചുറ്റിനും പ്ലാനറ്റിന് ചുറ്റിനും സാറ്റലൈറ്റ് കറങ്ങുന്ന വെലോസിറ്റിയെ പറയുന്ന ഡെറിവേഷൻ. അപ്പം ആ വെലോസിറ്റിനെ നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? അതെന്താണെന്നാ പറയുന്നത്? ഒരു പ്ലാനറ്റിന് ചുറ്റിനും ഒരു സാറ്റലൈറ്റ് കറങ്ങുന്നതിന്റെ വെലോസിറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ ക്യാപിറ്റൽ മാസ് ഉള്ള 6 റേഡിയസ് ഉള്ള ഒരു പ്ലാനറ്റ് കൺസിഡർ ചെയ്തു. അതിന് ചുറ്റിനും കറങ്ങുന്ന സാറ്റലൈറ്റിന്റെ മാസിനെ സ്മോൾ എം എന്ന് എടുത്തു. അത് കണ്ടോ, എർത്തിന്റെ സെൻട്രലിൽ നിന്ന് ഒരു സ്മോൾ ആർ ഡിസ്റ്റൻസ്, സ്മോൾ ആറിനെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ എടുത്തത്? ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ആണ് എടുത്തത്. അത്രയും ഡിസ്റ്റൻസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു ഇത് എഴുതാം. നോക്കിക്കോളൂ, അടുത്ത എഴുതാം. ഇനി നോക്കിക്കോളൂ. as the satellite is revolving around the planet, it experience a centripetal force and it is provided by centripetal force provided by gravitational force of planet. അല്ലേ? സാറ്റലൈറ്റ് കറങ്ങുമ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് വട്ടത്തിൽ കറങ്ങിയാലും അവിടെ എന്ത് ഫോഴ്സ് ഉണ്ടാവും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. ആ വട്ടത്തിൽ കറങ്ങാൻ കാരണക്കാരനാരാ? ആ എർത്ത് സാറ്റലൈറ്റിനെ നടുക്കോട്ട് എപ്പോഴും വലിച്ചു പിടിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതില്ലയോ? സച്ച് ദാറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് Fc എന്താണെന്ന് എഴുതാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Fc എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? mv² / r ആയിരിക്കും. അപ്പൊ ഇവിടെ mv² പകരം vo² എന്ന് എടുക്കുക. കാരണം എന്താ? ഇത് ഓർബിറ്റലിലെ വെലോസിറ്റി ആയതുകൊണ്ട് vo² എന്ന് എടുക്കുകയാണ്. mvo² / r എന്ന് എടുക്കുക. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv² / r ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? G capital M small m divided by എന്താ? r². ഓക്കെ ആണോ? ഇനി നമുക്ക് ഇവിടെ ഈ ആറും ഈ r² കട്ട് ചെയ്ത് കളയാം. നമുക്ക് vo² ആണ് പിടിക്കുന്നത്. vo² ഈ എമ്മും പോയി. അങ്ങനെയാണ് ബാക്കി എന്ത് വരും? vo² എന്തെന്ന് എഴുതാം? gm divided by r എന്ന് എഴുതാം. അവിടെ നിന്ന് vo എന്തെന്ന് എഴുതാം? vo എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എന്തെന്ന് എഴുതാം? gm divided by r എന്ന് എഴുതാം. ഇതായിരിക്കും ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ.
ഒരു കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. If satellite is considered near to the earth surface അടുത്താണെങ്കിൽ നമ്മുടെ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്താ എച്ച് വിൽ ബി എന്തായിരിക്കും നെഗ്ലക്റ്റഡ്. ശരിയല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ സ്മോൾ ആർ ഈസ് ഈക്വൽ നമുക്ക് എന്താ എഴുതാം? ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വിയോയുടെ ഇക്വേഷൻ എന്തായി മാറും? വിഒ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് gm ഡിവൈഡഡ് ബൈ ഈ സ്മോൾ ആറിനെ നമുക്ക് എന്താക്കി എഴുതാം? ക്യാപിറ്റൽ ആർ ആക്കി. അതെന്തുകൊണ്ടാണ്? സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ആയിരുന്നു. എച്ച് എന്താ നമ്മൾ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്മോൾ ആർ ഈസ് ഈക്വൽ എന്തായി? ക്യാപിറ്റൽ ആർ ആയി. ഈ കണ്ടീഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആർ പ്ലസ് എച്ച് വിൽ ബി നെഗ്ലക്റ്റഡ്. ഇനി നമുക്ക് വിഒയ്ക്ക് വേറൊരു ഇക്വേഷൻ കൂടെ എടുക്കാം. ഈ ഒരു രീതിയിലാണെങ്കിൽ വിഒയ്ക്ക് വേറൊരു ഇക്വേഷൻ കൂടെ എടുക്കാം. അതുകൂടെ പറഞ്ഞുതരാം. നോക്കിയോ, നമുക്ക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ അറിയാം. വി ഹാവ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? gm ഡിവൈഡ് ബൈ എന്താ? r സ്ക്വയർ അല്ലേ? ആണോ? അവിടെ നിന്ന് ഇവനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ gr സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താന്ന് വരും? gm എന്ന് വരും. നോക്കി, ഇവിടെ ഒരു gm കിടപ്പില്ലേ? അപ്പൊ ഈ gm ന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഈ gr സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയോ, vo ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് gm ന് പകരം സ്മോൾ gr സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ? r. അങ്ങനെയാണെങ്കിൽ ഈ r ഉം r സ്ക്വയറും കട്ട് ചെയ്ത് കളഞ്ഞാൽ vo ഈസ് ഈക്വൽ എന്ന് വരും? റൂട്ട് ഓഫ് gr. ഇതും ഓർബിറ്റൽ വെലോസിറ്റിയുടെ വേറൊരു ഇക്വേഷൻ ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എർത്തിന്റെ ഏകദേശം തൊട്ടടുത്തുള്ള സർഫസിലുള്ള ഒരു ഓർബിറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 ഉം എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 7.9 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഒരു സെക്കൻഡിൽ 7.9 കിലോമീറ്റർ വേഗതയിലായിരിക്കും ആ സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അത് എർത്തിന്റെ വളരെ അടുത്ത ഒരു സർഫസിലാണ്. കാരണം ഇപ്പം ഏഷ്യാനെറ്റ് അതിന്റെ ഒക്കെ എന്ന് പറയുമ്പോൾ ഒത്തിരി മുകളിലൊന്നും അല്ല. മനസ്സിലായോ? തൊട്ടടുത്തായി സാറ്റലൈറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോഴും ആലോചിച്ചോണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഇനി escape velocity heading എഴുതിയോ? escape velocity അല്ല, ഒരു കാര്യം ടൈം പീരീഡ് escape velocity പഠിക്കും. ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് പഠിപ്പിച്ചില്ല. അത് ഡെറിവേഷൻ. ടൈം പീരീഡ് സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നോ? സ്കൂളിൽ പഠിപ്പിച്ചില്ലേ? ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് അതിനെ നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതാം. it is the time taken by the satellite to revolve once around the earth. ഒരു തവണ കറങ്ങി വരാൻ എടുക്കുന്ന ടൈമിനെയാണ്, എർത്തിനെ ഒരു തവണ ചുറ്റിയിട്ട് തിരിച്ച് അതേ പൊസിഷനിൽ വരാൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം അല്ലേ? അപ്പൊ ടൈം ഈസ് ഈക്വൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് വരും. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ ടു എന്താ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്താ? സ്പീഡ് ആണെന്ന് നമുക്കറിയാം. ആണോ? എന്നാൽ ഇവിടത്തെ കേസിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? ആ ഓർബിറ്റ് ട്രാവൽ ചെയ്ത് ഒരു തവണ വട്ടത്തിൽ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഓർബിറ്റിന്റെ സർക്കംഫറൻസ് അല്ലയോ? ശരിയല്ലേ? അല്ലേ? അപ്പം അത് എഴുതേണ്ടത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ വൺ ഓർബിറ്റ് ഡിവൈഡ് ബൈ എന്താ? ഡിവൈഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടൈം പീരീഡിനെ ടി ആയിട്ടാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്?
നമ്മൾ 2π റേഡിയസ് ആണ് ശരിയല്ലേ 2π സ്മോൾ ആർ ആയിട്ട് എടുക്കുകയാണ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാൻ പോകുന്നറിയോ താഴെ സ്പീഡിന് എന്താ ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ അതിന്റെ സ്പീഡ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം നോക്കിക്കോളൂ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ആറിന് വരെ എന്ത് കൊടുക്കാം ഞാൻ ആറിനെ റൂട്ട് ആർ ഇൻറ്റു റൂട്ട് ആർ ആക്കാം കുഴപ്പമുണ്ടോ കാരണം എക്സിനെ നമുക്ക് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം അല്ലെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് ആ അപ്പോൾ റൂട്ട് ആർ ഇൻറ്റു റൂട്ട് ആർ ആറാം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ടു ആ റൂട്ട് ഫോർ ടു റൂട്ട് ഫോർ ഫോർ ആ അല്ലേ ഇനി ബിയുടെ വെലോസിറ്റി നമുക്കറിയാം അല്ലെ ബി ഓർബിറ്റൽ വെലോസിറ്റി നമുക്കറിയാം എന്താ ജി എം ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ആണല്ലോ ആണോ അപ്പൊ അതിനെ ഞാൻ എന്ത് ചെയ്തു ഒന്നുകൂടെ ഇതാക്കാണ് 2π ഇൻറ്റു റൂട്ട് ആർ ഡിവൈഡ് ബൈ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാണ് റൂട്ട് ജി എം ഡിവൈഡ് ബൈ റൂട്ട് ആർ എന്നാണ് കുഴപ്പമുണ്ടോ ഈ റൂട്ട് ആറിനെ നേരെ മുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ആർ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മുകളിൽ പോകും താഴെ എന്താ റൂട്ട് ജി എം ആണോ ആണോ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ആർ ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ എന്താ എഴുതാം റൂട്ട് ജി എം എന്ന് എഴുതാം ആണോ നമുക്ക് r ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R പ്ലസ് h ആണ് അങ്ങനെയാണെങ്കിൽ therefore നമ്മുടെ t എന്താവും 2π ഇൻറ്റു റൂട്ട് ഓഫ് r പ്ലസ് h ദ ഹോൾ ക്യൂബ് എന്ന് വരും ഡിവൈഡ് ബൈ എന്താ റൂട്ട് ഓഫ് g ഇനി if satellite is on the surface h is equal to എന്താ on the surface അല്ല near the surface ആണ് on the surface ഇല്ല near the surface okay near ആണ് near the surface അപ്പോൾ നമുക്ക് എന്താ എഴുതാം h നെ 0 ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താവും t is equal to എന്താ വരും t is equal to എന്താ വരും 2π റൂട്ട് ഓഫ് എന്താ വരും r ക്യൂബ് എന്നല്ലേ വരത്തുള്ളൂ h 0 അല്ലേ ഡിവൈഡ് ബൈ എന്താ റൂട്ട് ഓഫ് gm ആണോ ആണ് ഈ gm നെ നമുക്ക് gr സ്ക്വയറിനെ റൂട്ട് gm എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാനാണ് നമ്മൾ പറഞ്ഞത് gm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gr സ്ക്വയർ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് ശരിയല്ലേ നമ്മൾ ഇപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ ഉള്ളൂ gm എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം g ക്യാപിറ്റൽ R സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ t ഈസ് ഈക്വൽ ടു 2π റൂട്ട് r ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ gm ന് പകരം എന്ത് കൊടുക്കാം g ക്യാപിറ്റൽ R കൊടുക്കാം റൂട്ടിനകത്ത് അല്ലേ ഇനി ഞാൻ ഇതിന് മുകളിലും താഴെത്തിനും റൂട്ട് ഉള്ളതുകൊണ്ട് അതിനെ രണ്ടിനെ ഒരു റൂട്ടിനകത്താക്കാൻ പോവാം 2π റൂട്ട് ഓഫ് r ക്യൂബ് ഡിവൈഡ് ബൈ എന്താ g r സ്ക്വയർ എന്ന് എഴുതാം ഇതിനെയും കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കി എന്താ വരും t ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എന്താ വരും r ബൈ g എന്ന് വരും ഇതാണ് ടൈം പീരീഡ് ഫോർ എ സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൗണ്ട് ദ എർത്ത് നിയർ ദ സർഫസ് അല്ലേ അത് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം t is equal to 2π root of L by g അതിനകത്തുണ്ട് അത് ഇതല്ല അത് വേറെ രണ്ട് ക്ലാസ് എഴുതാനുള്ളവര് ആദ്യം മൂലം എഴുതി കഴിഞ്ഞാൽ ആദ്യം മൂലം പെതുക്കെ കാണിച്ചു തരാം
ഓക്കെ, എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. എസ്കേപ്പ് വെലോസിറ്റി. പറഞ്ഞു എഴുതിയോ? എവിടാ? നീ പറഞ്ഞ കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. അടുത്തത് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി. It is defined as the least velocity with which a body must be projected vertically upwards so that it may escape the gravitational pull of Earth. It is defined as the least velocity with which the body must be projected vertically upwards so that it may escape the gravitational pull of Earth. എന്ന് പറയാൻ അർത്ഥം എന്താണല്ലോ? നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പോയി ഇനി തിരിച്ചു വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? ഒരു പർട്ടിക്കുലർ വെലോസിറ്റി എറിഞ്ഞാൽ മതി. ആ പർട്ടിക്കുലർ വെലോസിറ്റി കൂടുതൽ വെലോസിറ്റി നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബോഡി എന്ത് ചെയ്യത്തില്ല. അതായത് ഞാൻ മെൽവിനെ ഇവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കൊടുത്ത് എറിയാൻ പോവാം. അപ്പൊ മെൽവിൻ എന്ത് ചെയ്യും? മെൽവിൻ വല്ല സ്പേസിൽ എവിടെയെങ്കിലും പോയി കിടക്കും. പിന്നെ മെൽവിൻ എന്ത് ചെയ്യത്തില്ല, തിരിച്ചു വരത്തില്ല. എന്നാൽ ആ വെലോസിറ്റി താത്താണ് ഞാൻ മെൽവിനെ എറിയുന്നെങ്കിൽ മെൽവിൻ ഒരു ഹൈറ്റ് പോയിട്ട് എന്ത് ചെയ്യും? തിരിച്ച് താഴോട്ട് തന്നെ. മനസ്സിലായോ? അപ്പൊ ആ വെലോസിറ്റിയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി. എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ എസ്കേപ്പ് ചെയ്ത് പോകുന്ന വെലോസിറ്റി. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഡെറിവേഷന് വേണ്ടി നമുക്ക് ഒരു കാര്യം നമ്മൾ പഠിക്കണം. Consider earth of mass m having radius capital having radius capital. Let m dash let m be small m be the mass of the body whose escape velocity is to be calculated. Let VE be the escape velocity needed for the body to escape from the earth's gravitational field. ഇതൊന്നും വലിച്ചു വാരി എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പഠിപ്പിക്കുന്നുണ്ടോ തരുവാ. So it acquire some kinetic energy. അങ്ങനെയാണ് നമുക്കറിയാം കൈനറ്റിക് എനർജി ഈക്വൽ എന്താ? ഹാഫ് m എന്താ? v സ്ക്വയർ. ഇവിടെ v e സ്ക്വയർ എടുക്കാം. അതെന്തുകൊണ്ടാണ്?
എസ്കേപ്പ് വെലോസിറ്റി ആയതുകൊണ്ട് നമ്മൾ മറ്റേ വിഒ എടുത്ത പോലെ തന്നെ ഇത് വിഇ എടുക്കാൻ പോവാം. ഓക്കെ ആണല്ലോ. ഇനി ഓൾറെഡി നമുക്കറിയാം വി ഹാവ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ഇനി എഴുതേണ്ടത് അറ്റ് ഇൻഫിനിറ്റി ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 0. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്താ? ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് എം ബി ഇ സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം നെഗറ്റീവ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ ആണല്ലോ. ഈ ടോട്ടൽ എനർജി എന്താ? 0 അല്ലേ? അപ്പൊ 0 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്തിട്ട് ഹാഫ് എം ബി ഇ സ്ക്വയർ മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? 0 എന്ന് എഴുതുക. ഇവനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ഹാഫ് എം ബി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ എന്താ? ആർ സ്ക്വയർ. നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചാൽ മതി, വിഇ കണ്ടുപിടിച്ചാൽ മതി. ഈ എമ്മും സ്മോൾ എമ്മും ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് പോയി. ഈ 2നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gm ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. അവിടുന്ന് വിഇ സ്ക്വയർ ആണ് ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. വിഇ കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് ഓഫ് എന്താ? 2gm ഡിവൈഡ് ബൈ എന്താ? ആർ സ്ക്വയർ. ഇല്ലേ? ഇനി ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് ജി എമ്മിനെ നമുക്ക് വേണമെങ്കിൽ ജി ക്യാപിറ്റൽ ആർ സ്ക്വയർ എഴുതാം. അതിനെ ഇവിടോട്ട് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ വിഇ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gr സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ആർ സ്ക്വയർ കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി വിഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2g ഇവിടെ തൊട്ട് എഴുതല്ലേ, ഒരൊറ്റ വ്യത്യാസം ചെയ്തില്ല. ഇനി നോക്കിയോ വിഇ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gm ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ ആണ്. രണ്ടിനും റൂട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 2gm ഡിവൈഡ് ബൈ എന്താ എഴുതാം? ആർ എന്ന് എഴുതാം. റൂട്ട് ഓഫ് ആർ സ്ക്വയർ ആർ. ഇനിയും ഞാൻ എന്ത് ചെയ്യാം? വി ഹാവ് എന്താ? ജി ക്യാപിറ്റൽ ജി എം എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എടുക്കാം? ക്യാപിറ്റൽ ജി എം എന്ന് പറയുമ്പോൾ ജി ആർ സ്ക്വയർ എന്ന് എടുക്കാം. ഇനി ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇനി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. എടേ ഇവിടെ നോക്കാവോ? ഇവിടെ ആർ അല്ലേ? ജി എം ബൈ ആർ അല്ലേ? നെഗറ്റീവ് ജി എം എം ബൈ ആർ അല്ലേ? ഇവിടെ നെഗറ്റീവ് ജി എം എം ബൈ ആർ അല്ലേ? ഇവിടെ നെഗറ്റീവ് ജി എം എം ബൈ ആർ അല്ലേ? ഇവിടെ നെഗറ്റീവ് ജി എം എം ബൈ ആർ അല്ലേ? അല്ലേ? ആണോ? ഇവിടെ നെഗറ്റീവ് ജി എം എം ബൈ ആർ അല്ലേ? ആണല്ലോ. അവിടെ ആണ് നമുക്ക് തെറ്റിപ്പോയത് കേട്ടോ. അത് നോക്കിക്കോളൂ. അതൊന്ന് മാറ്റണേ. എല്ലാം ജി എം എം ബൈ ആർ സ്ക്വയർ ആയിരുന്നു ഞാൻ എടുത്തത്. അത് ജി എം ബൈ ആർ എന്നാക്കണേ എല്ലാവരും. ഓക്കെ, ഇനിയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇനിയും ശരിയായി. ജി എം ഈസ് ഈക്വൽ ടു എന്താ? ജി ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ വിഇ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gm ന് പകരം നമുക്ക് ജി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എന്ന് എടുക്കാം, ആർ എന്ന് എടുക്കാം. അങ്ങനെ താഴത്തെ ആറും മുകളിലത്തെ രണ്ടാറും ഓരോ ആറും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി വിഇ ഈസ് ഈക്വൽ ടു എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 2gr. അല്ലേ? നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് അറിയോ? റൂട്ട് ഓഫ് 2 ഇൻറ്റു ഗ്രാവിറ്റി 9.8 ആണ്. എർത്തിന്റെ റേഡിയസ് 6400 ആണ്. അങ്ങനെയാണെങ്കിൽ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി. കിലോമീറ്റർ പെർ സെക്കൻഡ്. അതിനർത്ഥം എന്തോ അറിയോ? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ മെൽവിനെ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മെൽവിൻ പിന്നെ സ്പേസ് ചെയ്തിട്ടുള്ളൂ.
മനസ്സിലായോ? അതാണ് എർത്തിന്റെ എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിലുള്ള എസ്കേപ്പ് വെലോസിറ്റി. ഇൻ കേസ് ഓഫ് മൂൺ അത് അവിടെ എഴുതിയോ. ഇൻ കേസ് ഓഫ് മൂൺ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മൂൺ എസ്കേപ്പ് വെലോസിറ്റി VE എത്രയാണെന്നറിയോ? VEയുടെ വാല്യൂ എത്രയാണെന്നറിയോ? 2.4 km/s. ഈ ഇതിന്റെ എസ്കേപ്പ് വെലോസിറ്റി 2.4 km/s ആയിട്ട് മൂണിന് അറ്റ്മോസ്ഫിയറിലാണ്. അതെന്താ അറിയോ? അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ഇപ്പൊ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ പാർട്ടിക്കിൾ ഉണ്ട്. ഇത് ഭയങ്കര വെലോസിറ്റി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അത് 11.2 മുകളിലല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും തെറിച്ചു പോകാത്തത്. പക്ഷെ മൂണിന്റെ സർഫസിലുള്ള പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 2.4 km/s സ്പീഡിലും കൂടുതൽ സ്പീഡിലാണ് അവർ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി അതിനേക്കാളും കൂടുതൽ സ്പീഡ് ജനറേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ അതെല്ലാം എന്ത് ചെയ്യും, അതിന്റെ സർഫസിൽ എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്ത് പോകും. എസ്കേപ്പ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ സർഫസിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് വേറൊരു പാർട്ടിക്കിളും നീക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറയാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ VO ആൻഡ് VE അതും കൂടെ എഴുതിക്കേ. റിലേഷൻ ബിറ്റ്വീൻ VO ആൻഡ് VE. നമുക്കറിയാം VO എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ GR എന്ന് എഴുതിയാൽ ഓർക്കുന്നുണ്ടോ? VE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണ് √2GR എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, VE is equal to √2 into √GR എന്നാക്കാം. √GR എന്ന് പറയുമ്പോൾ VO ആണ്. അപ്പോൾ VO is equal to എന്താ, √2 into എന്താ, VE is equal to എന്താ, √2 into എന്താ, VO എന്നാക്കാം. ഇതാണ് റിലേഷൻഷിപ്പ്. ഇനി ലാസ്റ്റ് ഒരു തിയറിയും കൂടെ ഉണ്ട്, ഇതും കൂടെ ഉണ്ട്, കെപ്ലർ ലോ. ആ ലോ മൂന്നും കൂടെ എഴുതിയാൽ അതുപോലെ തന്നെ ചാപ്റ്റർ തീർന്നു. ഈ വൈ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം സാധ്യതയുണ്ട്. എന്താ, എർത്തിന് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിന് കാരണം മൂണിന് അറ്റ്മോസ്ഫിയർ ഉണ്ടാകണമായിരുന്നുവെങ്കിൽ അവിടെ പാർട്ടിക്കിൾസ് ഉണ്ടാവണം. പക്ഷെ പാർട്ടിക്കിൾസ് ഇല്ല. ആ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് അവിടുത്തെ എന്താണ് 2.4 km/s അതിന്റെ എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും കൂടുതൽ സ്പീഡിലാണ് ആ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റത്തില്ല പാർട്ടിക്കിൾസിനെ, പക്ഷെ വൈബ്രേറ്റ് ചെയ്യുന്ന സ്പീഡ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് എസ്കേപ്പ് ചെയ്ത് പോകും. അതാണ് എന്റെ റീസൺ. കേട്ടോ, അത് ഞാൻ തരുന്നില്ല, നിങ്ങളത് തന്നെ എഴുതിയാൽ പിന്നെ എടുക്കാം. ഓക്കെ, എഴുതിക്കോ. കെപ്ലർ ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലറിന് 3 ലോ ഉണ്ട്. 3 ലോ പഠിപ്പിച്ച ചാപ്റ്റർ തീർന്നു. കെപ്ലർ ലോ. കെപ്ലർ ലോ എന്ന് പറയുമ്പോൾ കെപ്ലറിന്റെ ഫസ്റ്റ് ലോയിനെ നമ്മൾ ലോ ഓഫ് ഓർബിറ്റ് എന്നാണ് പറയുന്നത്. ലോ ഓഫ് ഓർബിറ്റ് എന്നാണ് പറയുന്നത്. കെപ്ലറിന്റെ സെക്കൻഡ് ലോയിനെ നമ്മൾ പറയുന്നത് ലോ ഓഫ് ഏരിയ എന്നാണ് പറയുന്നത്. കെപ്ലറിന്റെ തേർഡ് ലോയിനെ നമ്മൾ പറയുന്നത് ലോ ഓഫ് പീരീഡ് എന്നാണ് പറയുന്നത്. ഇത്ര ഓർക്കണം. എന്നിട്ട് ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അതെ, ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് പീരീഡ്, ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ഏരിയ, ലോ ഓഫ് പീരീഡ്. ആദ്യത്തേത് ലോ ഓഫ് ഓർബിറ്റ്. All planet moves in elliptical orbit എന്നാണ് അന്നത്തെ കണ്ടുപിടുത്തം. elliptical orbit with sun situated at one of the focus അല്ലെങ്കിൽ foci of എന്താണ്
എന്താണെന്നറിയാമോ? നോക്കിയോ, ഞാനൊരു ഇത് കാണിക്കാം. ഇത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. ഓക്കെ, ഇതിന് രണ്ട് ആക്സിസ് ഉണ്ട്. ഇത് സെമി മേജർ മൈനർ ആക്സിസ്, ഇത് സെമി മേജർ ആക്സിസ്. അതായത് ഇതാണ് സെമി മൈനർ ആക്സിസ്, ഇത് സെമി മേജർ ആക്സിസ്. ഇത്രയും ലെങ്തിനെ ഞാൻ 2b എന്ന് കൊടുക്കുന്നു. ഇത്രയും ലെങ്തിനെ ഞാൻ 2a എന്നാണ് കൊടുക്കുന്നത്. 2a എന്നാണ് കൊടുക്കുന്നത്. ഈ എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ട്. ഒരെണ്ണം ഇവിടെയും F1, ഒരെണ്ണം ഇവിടെയുമാണ് F2. ഈ കെപ്ലറിന്റെ ഈ ലോ ഓഫ് എന്താണ് ഓർബിറ്റ് പറഞ്ഞത്, പ്ലാനറ്റ്, ഇത് പ്ലാനറ്റ് എന്ത് ചെയ്യുക, ഇതിങ്ങനെ റിവോൾവ് ചെയ്തോണ്ടിരിക്കുന്നത് എന്താ, സണ്ണ് ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കാം. സണ്ണിനെ എന്താണ് നമുക്ക് ബ്ലാക്ക് വെച്ച് റെപ്രസെന്റ് ചെയ്ത് സണ്ണ അല്ലേ, ഒന്നെങ്കിൽ സൺ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ സൺ ഇവിടെ ആയിരിക്കും. പ്ലാനറ്റ് ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നതാണ് പറഞ്ഞത്. ഇതൊക്കെ തെറ്റാണ്. പിന്നീട് കുറെ തെറ്റാൻ കണ്ടുപിടിച്ചു അല്ലേ, കുറെ കാര്യങ്ങൾ തെറ്റാന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് എഴുതിക്കോണം. ഇത് മൈനർ ആക്സിസ് ആണ്, ഇത് മേജർ ആക്സിസ്, മേജർ. അടുത്തത് ലോ ഓഫ് ഏരിയ. ലോ ഓഫ് ഏരിയ പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് ആ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. The line that join any planet to the sun sweeps equal area in equal interval of time. That is, aerial velocity is constant. Aerial velocity is constant. എന്നിട്ട് ഇതും കൂടെ എഴുതുക. ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഇതെന്താണെന്നറിയോ? നോക്കിയോ, ഇതല്ലേ നമ്മുടെ എർത്ത് കറങ്ങുന്ന പാത്ത്, സെമി മേജർ ആക്സിസ്, സെമി മൈനർ ആക്സിസ്. ഇപ്പൊ നോക്കിയോ, എർത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ നോക്കിയോ എത്ര ഏരിയ സ്വീപ്പ് ചെയ്ത് നോക്കിക്കോണേ. അതായത് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നമ്മുടെ സണ്ണാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ ഇത്രയും ഏരിയ സ്വീപ്പ് ചെയ്തെന്ന് വിചാരിച്ചു. ഇത്രയും ഏരിയ കവർ ചെയ്തു എന്ന് വിചാരിച്ചു. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ ഇത്ര ഏരിയ കവർ ചെയ്തെന്ന് വിചാരിച്ചു. അത്രയും തന്നെ. ഇപ്പൊ ഒരു ഉദാഹരണം, ഇത് 2 months ആണ്. ഇത് 2 months എടുത്തപ്പോൾ എർത്ത് എവിടെ വന്നു, എർത്ത് ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നപ്പോൾ ഇത്ര ഏരിയ സ്വീപ്പ് ചെയ്തു. ഓക്കെ, അപ്പം അത്രയും തന്നെ സമയം നോക്ക്. ഇവിടെ നിന്ന് നോക്കിയോ, ഇവിടെ നിന്ന് ഇവിടം വരെ വരാനും എന്താണ് 2 മാസം എടുത്തെങ്കിൽ ആ കവർ ചെയ്യുന്ന ഏരിയയും 2 മാസമാണ് ഇവിടുന്ന് ഇവിടെ വരെ വന്നതെങ്കിൽ, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ടാണോ വന്നതെങ്കിൽ ഈ കവർ ചെയ്യുന്ന ഈ സ്വീപ്പ് ചെയ്യുന്നത് ഈ ഏരിയ എന്തായിരിക്കും, മറ്റേ ഏരിയയുമായിട്ട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ രണ്ട് ഏരിയ, അതായത് എർത്ത് ഈ സൈഡിൽ ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ 2 മാസം എടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ 2 മാസം എടുത്തു എന്ന് വിചാരിക്കാം. അത് ഇത് സണ്ണാണ് ഇരിക്കുന്നത്. സണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ആ ഏരിയ തന്നെയായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ സണ്ണ് വരുമ്പോഴും ആ 2 മാസം കൊണ്ട് കവർ ചെയ്ത ഡിസ്റ്റൻസ് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ 2 മാസം എടുത്തെങ്കിൽ അത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയയും ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ എടുത്ത ടൈം 2 മാസമാണെങ്കിൽ അത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയയും എന്തായിരിക്കും, ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാ നമുക്ക് സംശയം വരാൻ സാധ്യത എന്താ, ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്ന ഇത്രയും ഏരിയയും ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്ന ഇവിടെ ഇതിനടുത്താണ്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ കൂടുതൽ ഭാഗമാണ്. മനസ്സിലായോ? ഈ ഏരിയയും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ കെപ്ലറിന്റെ ലോ ഓഫ് ഏരിയ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അതാണ് ഇവിടെ ഇത് വായിച്ചു നോക്കിയേ. The line that join any planet to the sun sweeps equal area in equal interval of time. അതായത് 2 മാസം കൊണ്ട് ഏത് സൈഡിൽ നിങ്ങൾ ഒരു ഫിക്സഡ് ടൈമിൽ ഒരു ഏരിയ സ്വീപ്പ് ചെയ്താലും അത് നിങ്ങൾ ഏത് സൈഡിൽ എടുക്കുകയാണെങ്കിലും ആ ഏരിയ ആയിട്ട് ഈ ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഏരിയൽ വെലോസിറ്റി ഈസ് ഒറ്റ സാധനം കൂടെ പഠിച്ചോട്ടെ. ലോ ഓഫ് പീരീഡ് ഇല്ല, വെച്ചിട്ടുള്ളൂ. ലോ ഓഫ് പീരീഡ് ഇത് വരയ്ക്കണ്ടേ, ഇവിടെ വരച്ചാൽ മതി. ലോ ഓഫ് പീരീഡ് ലോ ഓഫ് പീരീഡ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ദ
square of the time period of revolution of the planet is proportional to the cube of semi major axis എന്നാണ് പറയുന്നത് axis of the ellipse എന്നാണ് പറയുന്നത് traced out by the planet ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം അതേപോലെ തന്നെ പഠിക്കണം കേട്ടോ. നീ കൃത്യമായിട്ട് ശരിയായ കാര്യം പഠിക്കുന്നുള്ളൂ. ഈ ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി തെറ്റല്ലേ? ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി ഇത് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്നവിടെ എഴുതി വെക്കും. ഓക്കെ, ഇവിടെ നോക്കിയോ, ഇവിടെ ഇത് പറഞ്ഞിട്ടില്ല. ഇതൊന്ന് പറഞ്ഞിട്ട് ഇതിന്റെ തിയറം പറയുന്നത് ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു ഇത് സെമി മേജർ ആക്സിസും ഇത് സെമി മൈനർ ആക്സിസ്, ശരിയല്ലേ? സെമി മേജർ ആക്സിസ് ഇത് 2a ആണ്. അപ്പൊ ഇതിന്റെ പകുതി ഇവിടെ എയും ഇവിടെ എയുമാണ്. അപ്പൊ ഇതിന്റെ മേജർ ആക്സിസിന്റെ സെമി, അതാണ് സെമി മേജർ ആക്സിസ്. അതിന്റെ എന്താണ് ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇത് കറങ്ങി വരുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതും അതിന്റെ ലോ പീരീഡ് ആയിട്ട് ഇത്രയും വേണ്ടു, വേറെ കാര്യമൊന്നുമില്ല.